പുതിയാപ്പിള ഇറങ്ങുമ്പോ ഒരു ഡ്രസ് ഇടാറുണ്ട്, നല്ല എല്ലാവരുടെ അടുത്തുണ്ട് ഇപ്പൊ ഒരു കോട്ട്. അതും ലോണാ, അതും ലോണാണ്, അതും വായ്പ വാങ്ങാണ്. 1000 റുപ്യ കൊടുത്താല് അതിന്റെ മുമ്പ് ഏതോ ഒരു കോന്തനേക്കാർ ഇട്ടുക, അതിന്റെ മുമ്പ് പിന്നെ വേറെ ആരോ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ മുമ്പ് വേറെ ആരോ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ 33ാമത്തെ വട്ടാണ് ആ ഡ്രസ്സ് പുതിയവണ്ണനുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ, പുതിയാപ്പിളക്കുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഒരു നിക്കാഹ് ഇറങ്ങുമ്പോ അപ്പോഴെന്നെ വാടകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മൊത്തം വാടക തന്നെ. അപ്പോൾ വാടകയാണെങ്കിൽ പിന്നെ മൊത്തം വാടകയാണ്. ചെമ്പ് വാടക, പ്ലേറ്റ് വാടക, പിന്നെ കസാല വാടക, അങ്ങനെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വാടക, പുതിയണ്ണിന്റെ ഡ്രസ്സ് വാടക, എല്ലാം വാടക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൊത്തം വാടക ഞാൻ പോയും ചെയ്യാം. ഒരു വൃത്തിയിൽ ചെയ്യേണ്ട എത്രയെല്ലാം അമലുകളുണ്ട്, ഒരു വൃത്തിയിൽ ചെയ്യേണ്ട വലിയ ഒരു കർമ്മമല്ലേ ഇത്. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ അവിടുത്തെ ലളിതമായ ശൈലിയിൽ, ലളിതമായ ജീവിതത്തിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, 1000 രൂപയുടെ ഡ്രസ്സേ നമുക്ക് വാങ്ങാൻ കഴിയുന്നെങ്കിൽ അത് കടമില്ലാതെ നിക്കാഹ് ചെല്ലുമ്പോഴും പുതിയവണ്ണ് ഇറങ്ങുമ്പോഴും വേണം. അൻകഹ്തുക ബിൻതി ഫാത്തിമ ഖബിൽതു മിൻക നിക്കാഹഹ എന്ന് ചൊല്ലുമ്പോൾ ഇനിയെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ